വോട്ട് ചെയ്യാനെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. കാറിൽ കോഴിയുടെ സ്റ്റിക്കർ പതിച്ച CPM പ്രതിഷേധം. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തി. പാലക്കാട് കുന്നത്തൂർ മേടിലാണ് രാഹുലിന് വോട്ട്. രാഹുലിനെതിരായ 2 കേസിലും അറസ്റ്റ് തടഞ്ഞതോടെ ഒളിവിലുള്ള MLA പുറത്തേക്ക് വരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. 15 ദിവസത്തിന് ശേഷമാണ് ഒളിവിൽ നിന്ന് പുറത്തെത്തുന്നത്. തിരക്കില്ലാത്ത സമയത്താണ് രാഹുൽ വോട്ട് ചെയ്യാനെത്തിയത്. എല്ലാം കോടതിക്ക് മുന്നിലുണ്ട്, കോടതി തീരുമാനിക്കുമെന്നാണ് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ രാഹുലിന്റെ വരവിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നും ആശയവിനിമയം ഇല്ല എന്നുമാണ് KPCC നേതൃത്വം അറിയിക്കുന്നത്. MLA എത്തിയതോടെ വോട്ടിംഗ് കേന്ദ്രത്തിന് മുന്നിൽ CPM BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. കേസ് കോടതിയുടെ മുൻപിലുണ്ടെന്നും കോടതി തീരുമാനിക്കുമെന്നും സത്യം പുറത്തുവരുമെന്നും പ്രതിഷേധത്തിനിടെ കാറിൽ കയറിയ ശേഷം രാഹുൽ പറഞ്ഞു. പൂവൻ കോഴിയുടെയും തൊട്ടിലിന്റെയും ചിത്രമുയർത്തി പോളിംഗ് ബൂത്തിന് മുന്നിൽ രാഹുലിനെതിരെ പ്രതിഷേധം നടന്നു. കൂകിവിളികളോടെയാണ് DYFI BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാം ബലാത്സംഗ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്നാണ് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. പരാതിക്ക് പിന്നിൽ സമ്മർദ്ദമുണ്ടെന്ന വാദം തള്ളിക്കളയാനാകില്ലെന്നും രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി വ്യക്തമാക്കി. രാഹുൽ ബലാത്സംഗം ചെയ്തെന്ന കേസിനെയും പരാതിയെയും സംശയിച്ചാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത്. FIR രജിസ്റ്റർ ചെയ്ത ശേഷം പരാതിക്കാരിയുടെ മൊഴിയെടുത്തതിൽ അസ്വാഭാവികതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ പരാതിക്ക് പിന്നിൽ സമ്മർദ്ദമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. യുവതിക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലായിരുന്നുവെന്ന് മൊഴികളിൽ നിന്ന് വ്യക്തമാണ്. കേസിനാസ്പദമായ സംഭവം നടന്ന ശേഷവും യുവതിയും രാഹുലും തമ്മിലുള്ള ഇൻസ്റ്റാ ചാറ്റുകളുണ്ട്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പരിശോധിക്കുമ്പോൾ ഉഭയകക്ഷി ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് സംശയമുണ്ട്. ചില സ്ക്രീൻഷോട്ടുകൾ മായ്ച്ചു കളഞ്ഞതായും സംശയത്തിന് ഇടയാക്കുന്നു. അതിനാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ബലാത്സംഗം നടന്നുവെന്ന് തെളിയിക്കാനാകില്ലെന്ന് കാണിച്ചാണ് മുൻകൂർ ജാമ്യം. അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് രാഹുലിന്റെ വാദം. ആ വാദം ശരിവെക്കും വിധത്തിലാണ് കോടതി നിരീക്ഷണം. ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം നൽകിയത്. 2 ആഴ്ച കൂടുമ്പോഴുള്ള തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. രാവിലെ 10 മുതൽ 11 വരെയാണ് ഹാജരാകേണ്ടത്. അന്തിമ കുറ്റപത്രം നൽകും വരെയോ അല്ലെങ്കിൽ 3 മാസമോ ഹാജരാകണം. അറസ്റ്റ് ചെയ്താൽ വിട്ടയക്കണം എന്നതടക്കമാണ് ഉപാധികൾ. എന്നാൽ ജാമ്യം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ നീക്കം. ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയായ മലയാളി യുവതിയെ പത്തനംതിട്ടയിലെ ഹോം സ്റ്റേയിൽ ബലാത്സംഗം ചെയ്തതായിരുന്നു കേസ്. KPCC പ്രസിഡന്റിനായിരുന്നു യുവതി ആദ്യം പരാതി നൽകിയത്.